ഇപ്പോൾ രാജ്യമാകെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി എവിടെ പോയി? കാരണം ഇപ്പോൾ രാജ്യത്ത് വിവിധ പ്രശ്നങ്ങൾ, അതായത് അയോധ്യ പ്രശ്നം, അയോധ്യയിൽ കൊള്ള, പിന്നെ നീറ്റിൻ്റെ എക്സാം നടത്തിയതിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രതിപക്ഷം അത്ര കാര്യമായിട്ട് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാനോ അല്ലെങ്കിൽ സമരം ചെയ്യാനോ അങ്ങനെയൊന്നും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ ആകെ ചെയ്തത് ഇന്നലെ ചീഫ് ജസ്റ്റിസിന് ഇന്ത്യ മുന്നണി ഒരു കത്തയക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ ഈ ഇതിൽ നടപടി എന്തെങ്കിലും മേൽനോട്ടം ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് കത്ത് പോയിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രതിപക്ഷ നേതാവായി, അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇതിലൊന്നും പങ്കെടുക്കാതെ അതിനെതിരെ പ്രതികരിക്കുകയോ ഒരു പ്രസ്താവന ഒന്നും നടത്തുന്നില്ല. കുറേ ദിവസമായിട്ട് കാണാനേ ഇല്ല, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും ഇതൊരു വീഴ്ച തന്നെയല്ലേ? ശരി, തീർച്ചയായും ഇപ്പൊ ഏതൊരു രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ഏറ്റവും നന്നായി ഭരണകൂടം ചലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരുകൾ അത് ഏത് സർക്കാർ ആയാലും ഏറ്റവും നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായ ശരിയായ ദിശയിൽ സർക്കാർ പോകണമെങ്കിൽ അവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കണം. ആ പ്രതിപക്ഷം തന്നെയാണ് സർക്കാരിന്, അല്ലെങ്കിൽ അധികാരത്തിലേറുന്ന സർക്കാരിന് എത്ര ഉത്തരവാദിത്വമുണ്ടോ അതേ ഉത്തരവാദിത്വം തന്നെയാണ് പ്രതിപക്ഷത്തിനുള്ളത്. അല്ലെങ്കിൽ അതിനേക്കാൾ കടപ്പാട് ജനങ്ങളോട് പ്രതിപക്ഷത്തിനുണ്ടായിരിക്കണം. അത് തന്നെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഉള്ളത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് പിന്നെ ഏകാധിപത്യമായി പോകും. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ശക്തമായ ഒരു പ്രതിപക്ഷം വേണമെന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് നമുക്ക് തെരഞ്ഞെടുപ്പുകളിലെല്ലാം മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് BJP വലിയ, അല്ലെങ്കിൽ ഒറ്റ ശക്തിയായി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റ് ഞങ്ങൾ നേടും, 400-ൽ പരം സീറ്റുകൾ സ്വന്തമാക്കുമെന്ന് പറഞ്ഞെടുത്ത് ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. 99 സീറ്റുമായി കോൺഗ്രസ്, അല്ലെങ്കിൽ ഇല്ലാതായി, കോൺഗ്രസ് ഇന്ത്യയിൽ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് 99 സീറ്റ് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ മിടുക്കുകൊണ്ടല്ല, സാധാരണക്കാരായ ജനങ്ങൾ ഒരു ശക്തമായ പ്രതിപക്ഷം ഇന്ത്യയിൽ വേണമെന്ന് വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് ജനങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് ഇറക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു സൂചനയും കൂടി കാണാം നമുക്കത്. തീർച്ചയായും മോദി സർക്കാർ എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ ശൈലി പിന്തുടരുന്ന ഒരു സർക്കാരാണെന്ന് പറയേണ്ടി വരും. പല വിഷയങ്ങളിലും ഏകാധിപത്യമായ നിലപാട്. ഓപ്പറേഷൻ ലോട്ടസ് പോലെ പണം വാരി എറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും കൊഞ്ഞനം കുത്തുന്ന രീതിയിലേക്കൊക്കെ കേന്ദ്ര സർക്കാർ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മറുവശത്ത് പറയേണ്ടത് പ്രതിപക്ഷത്തെ പറ്റിയാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത്, പ്രതിപക്ഷം അധികാരത്തിലേക്ക്, അല്ലെങ്കിൽ പ്രതിപക്ഷം നല്ല ശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ത്യക്ക് അത്യാവശ്യമായിരുന്നു. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP തന്നെ അങ്കലാപ്പിലാണുള്ളത്. കാരണം അയോധ്യ ക്ഷേത്രം അത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയാം. കാരണം ഇന്നലെ വന്ന റിപ്പോർട്ട് തന്നെ നോക്കിയാൽ അറിയാം, അയോധ്യയിലെ ആൾക്കാർ, അതായത് ഭക്തരുടെ എണ്ണം പകുതിയായി കുറഞ്ഞു എന്ന് പറയുന്നു. കാരണം ജനങ്ങൾക്ക് പ്രതികരിക്കാൻ വേറെ മാർഗമില്ല. അയോധ്യയിൽ ഇങ്ങനെ കൊള്ള നടക്കുകയാണെങ്കിൽ പിന്നെ എന്തിനവിടെ പോകണം? ഇവരുടെ കൊള്ള കാണാൻ വേണ്ടി പോവുകയാണോ എന്നല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രശ്നമാണല്ലോ ഇതൊന്നാമത്. ഇങ്ങനെയുള്ള ഒരു പകുതിയേറെ കുറഞ്ഞു. ആ രാംപഥ് റോഡൊക്കെ വിജനമായി തുടങ്ങി എന്നുള്ള ഒരു വാർത്ത കണ്ടു കഴിഞ്ഞു ഇന്നലെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ തന്നെ ഇതിൽ എതിർ പ്രകടിപ്പിച്ചു തുടങ്ങി. എന്നിട്ടും ഇവിടെ ഉണ്ടായിരുന്ന BJP-ക്കാർക്ക് തന്നെ പേടി തുടങ്ങി. ഓരോ ദിവസവും യോഗി ആദിത്യനാഥും എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇതിങ്ങനെയല്ല, ഞങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് മാറ്റിയെടുക്കുക, അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഇന്നിപ്പോൾ ഒരു വാർത്ത കണ്ടു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഈ കോടികൾ കട്ട് ആളുടെ വീടുണ്ടാക്കിയത് അത് ഇടിച്ചു പൊളിക്കാൻ പോകുന്നു, ബുൾഡോസർ വെക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്ത കാണുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇവിടെ പ്രതിപക്ഷം ഇതുവരെ ഒരു പ്രതികരണവും ഇല്ല, അല്ലെങ്കിൽ ഒരു സമരവും ഇല്ല, ഒരു പ്രതിഷേധവും ഇറക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു അല്ല. ഭരണപക്ഷം ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരേണ്ടത് പ്രതിപക്ഷമാണ്. ഞാൻ പറയുന്നത്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരിക്കലും ഒരു വീക്കായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ നോക്കിയത് വെച്ചിട്ട് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലുള്ളവർക്ക് വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ രാഹുലിന് പല വിഷയങ്ങളെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നൊരു കാര്യം. രാഹുൽ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയാണല്ലോ മുമ്പ് ഉണ്ടായിരുന്ന വോട്ട് ചോരി സംഭവമാണെങ്കിലും അയാൾ കൃത്യമായി പഠിച്ച് അത് അവതരിപ്പിച്ചു. ആ സാധനത്തിൽ ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ചില സംസ്ഥാനങ്ങളിൽ അത് വേണ്ടത്ര വിജയം കണ്ടില്ലെങ്കിൽ പോലും, പക്ഷെ എന്നാലും ജനങ്ങൾക്ക് അതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതോടുകൂടി. അല്ല, തകർന്നു പോയ ഇന്ത്യ, അങ്ങനെ തന്നെ പറയണം. തകർന്നു പോയ ഇന്ത്യയെ തിരികെ കൊണ്ടുവരാൻ, തകർന്നു പോയ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാനൊക്കെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇത് അല്ലെങ്കിൽ രാഹുലിന് ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ യാത്ര എന്തിനാണ്? രാഷ്ട്രീയമായി നോക്കിയാൽ രാഹുൽ ഗാന്ധി ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. പപ്പു എന്ന് വിളിച്ചും അമൂൽ ബേബി എന്ന് വിളിച്ചും പരിഹസിച്ചവർക്ക് മുന്നിലൂടെയാണ്
വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനായി രാഹുൽ ഗാന്ധി നടക്കുന്നു. രാഹുലിന്റെ ഗ്രാഫ് ഉയർത്തിയത് ഭാരത് ജോഡോ യാത്രയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം രാഹുലിന്റെ എന്താണെന്നും രാഹുലിനോട് സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള ഇഷ്ടം കൂടിയത് ഭാരത് ജോഡോ യാത്ര. അതുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയതും. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന കർഷക സമരം, 1 വർഷത്തോളം നടന്ന കർഷക സമരം, അപ്പോഴൊക്കെ അവിടെ എല്ലാം പറഞ്ഞത് ഈ ഭരണം ഒന്ന് മാറണം, ശക്തമായ ഒരു പ്രതിപക്ഷം വളർന്നു വരണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ കോൺഗ്രസിന് ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമായി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യമായി അവർ മാറുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമായി പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഒരു പ്രതിപക്ഷമായി, ശക്തമായ ഒരു പ്രതിപക്ഷമായി നിലകൊള്ളുന്നു. പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ അകത്തു തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് DMK വിട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ DMK ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുപോയി BJPയിലേക്ക് ചേരുകയാണെങ്കിൽ അവർക്ക് അവിടെ അംഗസംഖ്യ കൂടും, അങ്ങനെ ഒരു ചതി ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസിന് പറയാൻ, രാഷ്ട്രീയമായി കോൺഗ്രസ് ചെയ്തത് ശരിയാണ്, TVKക്ക് പിന്തുണ നൽകുക മാത്രമാണ് രാഷ്ട്രീയമായി കോൺഗ്രസിന് ചെയ്യാവുന്നത്. പിന്നെ ഒരിക്കലും വിജയോ TVKയോ BJPക്കൊപ്പം പോകില്ല എന്ന് ഉറപ്പുകൊണ്ട് തന്നെ BJP തകർക്കുക എന്നതാണ്. പിന്നെ മറുവശത്ത് ഒരു തെറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നത് BJPക്ക് എതിരായി നിൽക്കുക എന്നുള്ളത്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നുള്ളത്. BJP അധികാരത്തിൽ വരരുത് എന്ന് കരുതി തന്നെയാണ് ഇവിടെ തമിഴ്നാട്ടിൽ എന്തായാലും രാഷ്ട്രീയ നീക്കം, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായതെന്ന്. അവിടെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ TVKക്കൊപ്പം മത്സരിച്ചാൽ മതിയായിരുന്നു. ഇത് DMKക്കൊപ്പം മത്സരിക്കുകയും അവർ പരാജയപ്പെടുമ്പോൾ അവരെ ഉപേക്ഷിച്ചു പോകുന്ന ഒരു രീതി, ആ ഒരു രീതിയിൽ സാധാരണ രാഷ്ട്രീയം വെച്ചിട്ടാണെങ്കിൽ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ DMK മൊത്തത്തിൽ BJPക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അവർ അവിടെ മര്യാദ പാലിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ BJPക്കൊപ്പം കൈകൊടുക്കാൻ തയ്യാറല്ല, മറുവശത്ത് പ്രതിപക്ഷമായി തന്നെ ഇരിക്കും. മമതാ ബാനർജി തിരികെ, അത് മമതാ ബാനർജിയുടെ അവസ്ഥ കൊണ്ടാണ്. അതിന്റെ ഇടയ്ക്ക് DMKയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ DMK വീണ്ടും ഈ സംഭവത്തിൽ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്, ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കത്തെഴുതിയതിൽ, ഈ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയതിൽ DMK കൂടി കത്തെഴുതി ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ എന്താണ് BJPക്കൊപ്പം പോകാൻ തയ്യാറാകുന്നില്ല. മമതാ ബാനർജി, തൃണമൂൽ കോൺഗ്രസും തകർന്നു, മമതയും തകർന്നു. ഇനി ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുകയല്ലാതെ മമതയ്ക്ക് ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അവരും ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നു. എന്നാൽ പോലും നല്ലൊരു പ്രതിപക്ഷമാകാൻ ഇന്നും ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നില്ല. പല വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാട്, ഇപ്പൊ വോട്ട് ചോരിയാണെങ്കിൽ പോലും രാഹുൽ തുടങ്ങി വെക്കുന്നത് കാര്യങ്ങളെ പൂർത്തിയാക്കാൻ രാഹുൽ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമായിട്ടൊരു വിമർശനമല്ല, അത് ശരിയാണെന്ന് രാഹുൽ പല ആവർത്തി തെളിയിക്കുന്നുണ്ട്. വോട്ട് ചോരി ആരോപണവുമായി വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ പിന്തുണ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കിട്ടിയ പിന്തുണ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് കോൺഗ്രസിനും രാഹുലിനും കിട്ടിയത്. ഓരോ പത്രസമ്മേളനങ്ങളും രാജ്യം മുഴുവൻ ഉറ്റുനോക്കി. BJP പോലും ഒന്ന് ഭയന്നു അന്നത്തെ വോട്ട് ചോരിയിൽ. പക്ഷെ അത് എവിടെയും കൊണ്ടെത്തിക്കാൻ, കുറച്ച് തീ പിടിപ്പിക്കാനൊക്കെ രാഹുലിന് കഴിഞ്ഞെങ്കിൽ പോലും അത് പൂർണ്ണമായി ഉപയോഗിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് തെരുവിൽ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. പക്ഷെ ആ സമരവും പകുതി വഴിയിൽ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഒന്നും പൂർണ്ണമായി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ അയോധ്യ വിഷയം രാഷ്ട്രീയപരമായി ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുക ഇന്ത്യ സഖ്യത്തിനാണ്. അടിക്ക് തിരിച്ചടി, അല്ലെങ്കിൽ BJPക്ക് ഇട്ട് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അടി എന്ന് പറയുന്നത് അയോധ്യ വിഷയം. പക്ഷെ അതുപോലും രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധി പോലും അവിടെ പോയിട്ടില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഒരു പ്രതികരണം നൽകിയിട്ടില്ല. അതൊക്കെ തന്നെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ വീഴ്ച എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്തൊക്കെ സംസാരിച്ചത് കോക്രോച്ച് ജനതാ പാർട്ടിയെ പറ്റിയാണ്. വെറുതെ അല്ല കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ഇത്രയും ജനപിന്തുണ, അത് യുവാക്കളാണ് മുന്നോട്ട് വന്നത്. കാര്യം ഒരു സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വോട്ട് ചോരിയുടെ സമയത്ത് യുവാക്കളെല്ലാം, ജെൻസികളെല്ലാം ഒപ്പം കൂട്ടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. ജെൻസി കലാപത്തിലേക്കാണ് രാഹുൽ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണങ്ങൾ പോലും നിലനിന്നിരുന്നു. പക്ഷെ ആ ജെൻസികൾ മറ്റൊരു പാർട്ടി രൂപീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ പരാജയം കൊണ്ടല്ല, ഇന്ത്യ സഖ്യത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പരാജയം കൊണ്ടാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കാണാനില്ല. രാഹുൽ ഗാന്ധി പല വിഷയങ്ങളിലും സജീവമായി ഇടപെടുന്നില്ല. പാർട്ട് ടൈം ജോലിയായി, അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് രാഷ്ട്രീയത്തെ കണ്ടാൽ മുന്നോട്ട് പോകാനാകില്ല. രാഹുലിന് നല്ല ആശയങ്ങളുണ്ട്, എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്താൻ. ഒരു മതരാഷ്ട്രമല്ല ഇന്ത്യ, ഒരു മതേതര രാഷ്ട്രമാണെന്ന ബോധ്യമുണ്ട്. അതിനപ്പുറത്തേക്ക്, എല്ലാത്തിനും അപ്പുറം രാഹുൽ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ, എല്ലാവരോടും സ്നേഹമായി ഇടപെടുന്ന രാഹുലിനെയാണ് നമ്മൾ കാണുന്നത്. നല്ലോണം കിട്ടുന്ന ഒരാളും കൂടിയല്ല. തീർച്ചയായും രാഹുലിന് കിട്ടുന്ന ജനങ്ങളുടെ സപ്പോർട്ട് രാഹുലിന് നന്നായി കിട്ടും. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടങ്ങി വെക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ രാഹുൽ ശ്രമിക്കുന്നില്ല. തനിക്ക് നേരെ വരുന്ന, ഞാൻ പറയുന്നില്ല രാഹുലിനെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ പപ്പുമോനെന്നോ അമൂൽ ബേബി എന്നോ ഒക്കെ വിളിക്കുന്ന അത്തരം അധിക്ഷേപങ്ങൾക്കൊന്നും മറുപടി പറയണ്ട. പക്ഷെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന വിഷയങ്ങളെ ഉപയോഗിക്കണം. താൻ തുടങ്ങി വെച്ച കാര്യങ്ങളെങ്കിലും അവസാനിപ്പിക്കും. ഇപ്പൊ വോട്ട് ചോരി പോലും പകുതി വഴിയിൽ രാഹുൽ ഉപേക്ഷിച്ച് പോയൊരു സ്ഥിതിയാണ്. അങ്ങനെ ഉപേക്ഷിച്ച് പോകാതെ നിൽക്കുക. പിന്നെ ഇന്ത്യ മുന്നണിയെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ തന്നെയാണ്. അതിപ്പോ
കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിൽ പ്രധാനമായി രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല. രാഹുൽ എവിടെ, പ്രതിപക്ഷം ഇന്ത്യയിൽ ഇല്ലേ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ചോദ്യം അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കോൺഗ്രസിന്റെ ഒരു പതനത്തിലേക്കായിരിക്കും ഈ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ കത്തി നിൽക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഇവിടെ വേണ്ടതായിരുന്നു. പെട്ടെന്ന് തന്നെ ഇതിനെതിരെ രാഹുൽ എവിടെ എന്നുള്ളൊരു മറുപടി ആരും കൊടുക്കുന്നില്ല, ഹൈക്കമാൻഡ് ആരും നൽകിയിട്ടുമില്ല. ഉടൻ തന്നെ രാഹുൽ തിരിച്ചെത്തിയിട്ട് ഈ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ സമരങ്ങളൊക്കെ ആരംഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് നമുക്ക് നോക്കാം.